إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിയടയുന്നവരുടെ കൂട്ടത്തിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അതിവിശിഷ്ടമായ മാസത്തിലെ ഏറ്റവും സുപ്രധാനമായ 10 ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അതിൽ തന്നെയും അൽ ഹജ്ജുൽ അക്ബർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച യൗമുൻ നഹർ, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10 എന്നത് ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാൽ ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൻ്റെ ഫജർ മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാന ദിവസമായ ദുൽഹിജ്ജ 13ൻ്റെ അസ്ർ വരെയുള്ള സമയം പ്രത്യേകമായി കൊണ്ട് നമ്മളൊരു തക്ബീർ ധ്വനികൾ മുഴക്കുന്നുണ്ട്. പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കുമ്പോൾ നമ്മുടെ നാവിനാൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ തക്ബീർ ധ്വനികളുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന, അതിൻ്റെ അർത്ഥമെന്ത് എന്ന് തെളിയിച്ചു കാണിച്ചു തന്ന ഒരു മഹാപ്രവാചകന്റെ ജീവിത ചരിത്രമാണ്
ഈ ഒരു ഈദിൻ്റെ സുദിനങ്ങളിൽ നമ്മൾ ആലോചിക്കുന്നതും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും. ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും പരീക്ഷണങ്ങളിലും എല്ലാം നമുക്ക് മാതൃകയായി അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനപ്പുറം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മഹാപ്രവാചകന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്ന ഒരു പെരുന്നാൾ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ആ ഒരു മാറ്റം ഉണ്ടാക്കി തീർക്കണം. ഓരോ വക്തിനും അതിൻ്റെ ശേഷമുള്ള സമയത്ത് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നതിനപ്പുറം നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ നിലപാടുകൾ കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ആചാരങ്ങൾ കൊണ്ട് നമുക്കത് തെളിയിക്കാൻ കഴിയണം. അല്ലാഹു അക്ബർ, എനിക്ക് വലിയവൻ അത് അല്ലാഹു ആണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ മേഖലയിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് തെളിയിച്ച് കാണിച്ചു തന്നു എന്നാണ്. ഏത് സാഹചര്യത്തിലും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇപ്പോൾ സാഹചര്യം മോശമാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാതെ എനിക്ക് വലുത് എൻ്റെ റബ്ബാണ് എന്ന് തെളിയിച്ചു കാണിച്ചു തരികയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ഭാര്യ ഹാജറ ബീവി സ്ത്രീകൾക്ക് മാതൃകയാണ്. ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് മാതൃകയാണ്. ഒരു മകൻ എന്ന നിലയ്ക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. ഇങ്ങനെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ കുടുംബവും നമുക്ക് മാതൃകയാണ്. ഏതെല്ലാം മേഖലയിൽ മാതൃകയെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും മാതൃകയായി കൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാറിയിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്നത് ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു തന്നു. തൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ കാത്തിരുന്നു കിട്ടിയ കുഞ്ഞിനെയും മരുഭൂമിയിൽ ആരുമില്ലാത്ത, വെള്ളം കിട്ടാത്ത, അയൽവാസികളില്ലാത്ത, ഒരാൾ പോലും അതുവഴി സഞ്ചരിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കൊണ്ടുപേക്ഷിച്ചു പോകാൻ പോകുമ്പോൾ അല്ലാഹു അക്ബർ, എനിക്ക് എൻ്റെ ഭാര്യയേക്കാൾ, കാത്തിരുന്ന് കിട്ടിയ കുട്ടിയേക്കാൾ എനിക്ക് വലുത് എൻ്റെ ഭാര്യ, എൻ്റെ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനം ആ അല്ലാഹു അക്ബറിന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ച മഹാനായ പ്രവാചകൻ കൊണ്ടാക്കിയില്ലേ മരുഭൂമിയിൽ ആരുമില്ലാത്തടത്ത്. അവിടെ കൊണ്ടാക്കുമ്പോൾ ആകെ ആ സ്ത്രീ ചോദിച്ചത് അല്ലാഹു അമറക ബിഹാദ, ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിക്കണേ, ഇത് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ? എങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാൻ ഇത് സഹിക്കാൻ തയ്യാറാണ്, എന്നെ ഏറ്റെടുക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ഉമ്മ ഹാജറ ബീവി സ്ത്രീകൾക്ക് മാതൃകയായി കൊണ്ട് കാണിക്കുന്നു. ചോരക്കുഞ്ഞാൻ, ആ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കാൻ തയ്യാറായത് ഹാജറ ബീവിയും അതിന് വഴങ്ങിക്കൊടുത്തു എന്നാണ്. അവിടെ അള്ളാഹുവാണ് വലുത് എന്ന പ്രഖ്യാപനം അവരുടെ കുടുംബത്തിൽ കണ്ടു നമ്മൾ. ഇനി രണ്ടാമത്തെ ചരിത്രം നമുക്കറിയാവുന്നതാണ്, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ 10-30ഓളം ആടുകൾ തൊട്ടടുത്ത പ്രദേശത്ത് അറുത്തു കഴിഞ്ഞു. ഇനിയും ചിലത് അറുക്കാൻ ബാക്കിയുണ്ട്. ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ ആ ഉദ്ഹയ്യത്തുമായി ബന്ധപ്പെട്ട് ഉരുവിനെ അറുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഉരുവിനെ അറുക്കുന്നതിൻ്റെ കാരണങ്ങളായിക്കൊണ്ട്, സ്മരണയായിക്കൊണ്ട് നമുക്ക് ഓർക്കാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മകൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ അന്നി അദ്ബഹുക്, ഞാൻ നിന്നെ അറുക്കുന്നതായിക്കൊണ്ട് സ്വപ്നം കണ്ടിരിക്കുകയാണ്, വഹി ലഭിച്ചിരിക്കുകയാണ്, നിന്നെ അറുക്കണം എന്നാണ് അള്ളാന്റെ തീരുമാനം. എന്താ ചെയ്യേണ്ടത്? നിനക്കെന്താ അഭിപ്രായം ഉള്ളത് എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് മകനോട് ചോദിക്കുമ്പോൾ മകൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? ഇഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അപ്പാ, താങ്കൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ അനുസരിക്കണം. അല്ലാഹു അക്ബർ, മകനേക്കാൾ വലുത് അല്ലാഹുവാൻ. അല്ലാഹു അക്ബർ, എൻ്റെ ജീവനേക്കാൾ വലുത് എനിക്ക് അല്ലാഹുവാൻ, അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അല്ലാഹു അക്ബർ
ഇസ്മായിൽ നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചു. ജീവിതം കൊണ്ട് അല്ലെ ബലിയെറുക്കാൻ കിടന്നൊടുക്കൻ അള്ളാന്റെ കൽപ്പനയാണ് എന്നതുകൊണ്ട്, അള്ളാഹുവാണ് എനിക്ക് എൻ്റെ ജീവനേക്കാൾ, എൻ്റെ ഈ ദുനിയാവിൽ ആസ്വദിക്കാൻ കിട്ടുന്ന ആസ്വാദനങ്ങളെക്കാൾ എനിക്ക് വലുത് എൻ്റെ റബ്ബാണ് എന്ന പ്രഖ്യാപനത്തിന്റെ ജീവിത സാക്ഷാത്കാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഭാര്യ ഹാജറയുടെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു കാണിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നബിയോട് പറയാണ്, ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയതാണ്, ഏറ്റവും വലിയ സാക്ഷിയതാണ് ഖുലില്ലാ, അല്ലാഹു ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും മുഖ്യം. അതാണ് നമുക്ക് എന്തിനേക്കാളും, ദുനിയാവിലെ ഏതേത് കാര്യങ്ങളെക്കാളും നമുക്ക് പ്രധാനം, നമുക്ക് വലുത് അത് അല്ലാഹു ആകണം എന്ന പ്രഖ്യാപനമാണ് വിശുദ്ധ ഖുർആനിലൂടെ നബിയോട് പറയാൻ പറഞ്ഞത്. തീർന്നില്ല, ജനങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാൻ പറഞ്ഞതെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഖുൽ ഇൻ കാന ആബാഉക്കും, നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പിതാക്കളെക്കാൾ, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളെക്കാൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളെക്കാൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ, വ അംവാലുൻ മുഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, വമസാകിന തർലൗനഹ, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കെട്ടിപ്പടുത്താം, ഒരാളുടെയും പ്രയാസമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വേണ്ടി നാം ഉണ്ടാക്കിയ നമ്മുടെ വീട്, ആ വീട്, അങ്ങനെ തുടങ്ങിയ 8 കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞതിന് ശേഷം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാൾ, പ്രവാചകനേക്കാൾ, അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ പ്രിയം ഈ പറയപ്പെട്ട 8 കാര്യമാണോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഫതറബ്ബസു, നിങ്ങൾ കരുതിയിരുന്നോളി, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ ആ കൽപ്പന ഉണ്ടല്ലോ, ആ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ ദുനിയാവിന്റെ ഈ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ 8 വിഭാഗത്തിൽ ഏതും നിങ്ങൾ ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാന്റെ കൽപ്പന ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയപ്പെട്ട 8 കാര്യങ്ങളിൽ ഏതെങ്കിലുമാണോ പ്രിയം? എന്നിട്ട് അള്ളാന്റെ കൽപ്പനയെ നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? ദുനിയാവിലെ ചില ട്രെൻഡുകൾക്ക് പിന്നാലെ പോയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ, പ്രവാചകന്റെ കൽപ്പനയെ മാറ്റി നിർത്തിയിട്ടാണ് ആ ട്രെൻഡിന് പിന്നാലെ പോകുന്നതെങ്കിൽ, മുടിവെട്ടുന്ന വിഷയത്തിൽ, വേഷവിധാനത്തിന്റെ വിഷയത്തിൽ, സാമ്പത്തിക രംഗത്തുള്ള ക്രമക്കേടുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ മറികടന്നുകൊണ്ട് ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, കച്ചവട രംഗത്ത് അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം അള്ളാഹിന്റെ തീരുമാനങ്ങളെ മറികടന്നുള്ള തീരുമാനമാണെങ്കിൽ, സമ്പാദ്യമാണെങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, നിങ്ങൾ അള്ളാന്റെ കൽപ്പന വരുന്നത്, അള്ളാഹ് പിടികൂടുന്നത് നിങ്ങൾ കാത്തിരുന്നോളി, നിങ്ങൾ എപ്പോൾ തൽക്കാലം ആസ്വദിച്ചോളി, പക്ഷേ അള്ളാഹു നിങ്ങളെ പിടികൂടുന്ന ഒരു സമയം ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹു ആണ് വലുത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഒരു നിലയ്ക്കും ഹറാമായ ഒരു കച്ചവടം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, ഏത് മേഖലയിലും നമ്മുടെ സമ്പാദ്യത്തിൽ കടന്നു വരില്ല. കാരണം എനിക്ക് വലുത് എൻ്റെ റബ്ബാണ്. ആ റബ്ബിനെ മറികടന്ന്, അവന്റെ കൽപ്പനയെ മറികടന്ന് 1 രൂപ എനിക്ക് സമ്പാദിക്കേണ്ടതില്ല എന്ന പ്രഖ്യാപനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിലപാടെടുക്കുന്ന വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അത് ജീവിതം കൊണ്ട് തെളിയിക്കണം എന്നാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രത്യേകമായ ഈദിന്റെയും അതിന്റെ സന്തോഷങ്ങൾ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ചിന്ത അത് തന്നെയാണ്. ഇനി മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ആദർശ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല. ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാമെന്നും മുസ്ലിമാണെന്നും പ്രഖ്യാപിക്കാനും അത് പ്രകടമാക്കാനും പ്രയാസം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവർ എന്നെ തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രൂപത്തിലൊക്കെ ഇൻജക്ട് ചെയ്യുന്ന, മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം മുസ്ലിമാണെന്ന ഐഡന്റിറ്റി മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ചില ആളുകൾ പോലും ബോധപൂർവം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
അവരുടെ മക്കൾക്ക് പോലും ഇടുന്ന പേരുകളിൽ അതൊരു മുസ്ലിമാണോ എന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിലുള്ള പേര് പോലും സെലക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് മറ്റു ജനങ്ങളെ പേടിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അവിടെയും നമുക്ക് മാതൃകയുണ്ട്. സ്വന്തം ഉപ്പാര ആസർ എന്നത് വിഗ്രഹം നിർമ്മിക്കുന്ന വ്യക്തിയും വിഗ്രഹ പൂജാരിയുമായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും നല്ല വിഗ്രഹ പൂജാരിയായിരുന്നു. ആ വിഗ്രഹ പൂജാരിയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചില്ലേ, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നു പിതാവേ, എന്തിനാണ് നിങ്ങൾ കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ, നിങ്ങളുടെ കൈകളാൽ പടച്ചുണ്ടാക്കിയ ഈ വിഗ്രഹത്തെ നിങ്ങൾ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന ചിന്തനീയമായ ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ആട്ടിയിറക്കി വീട്ടിൽ നിന്ന് കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞു, തളർന്നിട്ടില്ല. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ടാ പോവുക എന്ന് ആലോചിച്ചിട്ടൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാം മിണ്ടാതിരുന്നിട്ടില്ല. അവിടെ ആ ആദർശവുമായി മുന്നോട്ട് പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തിട്ടുള്ളത്. തീർന്നിട്ടില്ല. നേരെന്താ ചെയ്തത്? നാട്ടിലേക്ക് ഇറങ്ങി. ആ നാട്ടുകാർക്ക് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമായിരുന്നു അവിടെ നിർവഹിച്ചത്. എന്നിട്ട് ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ പിടിച്ചുകൊണ്ട്, ഈ അസ്തമിക്കുന്നതൊന്നും എൻ്റെ ദൈവമല്ല, മറിച്ച് അസ്തമിക്കാത്ത ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു ആകുന്നു എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് അവിടെ നാട്ടുകാർക്ക് മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു നിന്നു. നേരെ പോയത് നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്കാണ്. ആ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയപ്പോഴും സമാനമായ അനുഭവങ്ങൾ. ആരെയും പേടിക്കാതെ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരത്താൽ ആ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. പ്രതിസന്ധികൾ ഉണ്ടായി, പ്രയാസങ്ങൾ നിലകൊണ്ടു. അവസാനം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ രാജാവ് തീരുമാനിക്കുകയും വിറകുകൾ ശേഖരിക്കുകയും തീക്കുണ്ടാരം ഉണ്ടാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയിനോട് പറഞ്ഞു എന്നാണ്, യാ നാറ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആ ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു രോമത്തിന് പോറലേറ്റിട്ടില്ല എന്നാണ്. തീയുടെ പ്രത്യേകത അത് കരിച്ചു കളയുക, ചൂട് നൽകുക എന്നതാണ്. പക്ഷെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അനുഭവപ്പെട്ടത് തണുപ്പും സമാധാനവുമാണ് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരാളുടെയും ആക്ഷേപത്തെയോ ഒരാളുടെയും കുത്തുവാക്കുകളെയോ ഒരാളുടെയും അകറ്റലുകളോ ഒരാളുകൾ അകറ്റിയെന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജാവ് എതിരായി എന്നതുകൊണ്ടോ ഈ ആദർശത്തെ മാറ്റി ഒളിച്ചു നിർത്തിയിട്ട് ആ ആദർശത്തെ ഉള്ളിലൊതുക്കുന്ന സാഹചര്യം അവർക്കുണ്ടായിരുന്നിട്ടില്ല. അല്ലാഹു അക്ബർ എന്നവിടെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് മാതൃകയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, ഫലാ തഖ്ശൗൻ നാസ് വഖ്ശൗനി. അല്ലാഹു പറയാണ്, നിങ്ങൾ ജനങ്ങളെ പേടിക്കരുതേ. ഏതെങ്കിലും ഒരു ഭരണാധികാരി അവരുടെ ഭരണത്തിന്റെ പേരിൽ നമ്മെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ആ ഭരണാധികാരിയെ പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും ജനങ്ങളെ പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു വിഭാഗം നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്നതുകൊണ്ട് ഈ ആദർശത്തെ സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. അല്ലാഹു അക്ബർ. നാം സ്വീകരിച്ചിരിക്കുന്ന ആദർശം എന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ ആദർശമാണ്. ആ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന നേർക്കാഴ്ചയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാനുള്ളത്. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ മൊത്തം എതിരായിരുന്നു എന്നതിന് വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖാലു ഹജ്ജിഖൂഹു വൻസുറൂഹു ആലിഹക്കും ഇലാ ഇൻ കുൻതും ഫാഇലിൻ. അത് അവിടെയുള്ള ആളുകൾ, ആ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എതിരായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, അവനെ കരിച്ചു കളയണം, അവനെ കരിച്ചു കളയാനുള്ള സഹായങ്ങൾ നിങ്ങൾ എടുക്കണം. ആ ആളുകളോട്, നാട്ടുകാരോട് പറയണം. എന്നിട്ട് നിങ്ങളുടെ ആലിഹത്തുകളെ സഹായിക്കാൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകളെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് അവിടെയുള്ള നാട്ടുകാരൊന്നടങ്കം പറഞ്ഞു എന്നാണ്. അത്രയേറെ നാട്ടുകാരെല്ലാം ഒറ്റപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏകനായിക്കൊണ്ട്
ആ ഒരു ആദർശത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പൊ തൽക്കാലം ഞാനൊന്ന് മാറിക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എതിരാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആദർശത്തെ തൽക്കാലം ഞാൻ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും, നോ കോംപ്രമൈസ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അല്ലാഹു അക്ബർ, എനിക്ക് വലുത് എൻ്റെ റബ്ബാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിച്ചു തന്ന മറ്റൊരു മാതൃകയുണ്ട്, തവക്കുലി എന്ന മഹനീയമായ ഇബാദത്ത്. ഇന്ന് മുസ്ലിം സമൂഹം പോലും തവക്കുലിന്റെ വിഷയത്തിൽ ഖബറിലേക്ക്, ജാറങ്ങളിലേക്ക്, മഖബറകളിലേക്ക്, അവിടെ നിന്ന് കിട്ടുന്ന നൂലിലേക്ക്, അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നിവേദ്യത്തിലേക്ക് തവക്കുലുകൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു വാഹനം വാങ്ങിയാൽ അത്തരം വിശ്വാസമുള്ള ആളുകൾ നേരെ ജാറത്തിലേക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു നൂലെടുത്ത് വണ്ടിയിൽ ബന്ധിപ്പിച്ചതോടുകൂടി അവന്റെ ആക്സിഡന്റ്, വരാനിരിക്കുന്ന ആക്സിഡന്റ് തടയപ്പെട്ടു എന്ന വിശ്വാസം പോലും ഉള്ള ആളുകൾ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലുണ്ടായിരിക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും പ്രഖ്യാപിച്ചത് ഹസ്ബി അല്ലാഹ്, എനിക്ക് തുണയേകാൻ, എനിക്ക് സഹായം നൽകാൻ എൻ്റെ റബ്ബ് മതി, എനിക്ക് മതിയായവൻ റബ്ബ് തന്നെയാണ് എന്ന പ്രഖ്യാപനമാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. നമുക്ക് സഹായമേകാൻ എത്ര നല്ലവനാണ് അല്ലാഹു. നമുക്ക് വലിയായിക്കൊണ്ട് അള്ളയല്ലാതെ മറ്റേത് വലിയാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന ആദർശ പ്രഖ്യാപനം, അല്ലാഹു അക്ബർ എന്ന ആദർശ പ്രഖ്യാപനം, തൗഹീദിന്റെ പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ തവക്കുലിന്റെ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്നവനായ റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കൂ എന്ന് വിശ്വാസികളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് രോഗം മാറാൻ, കുട്ടിയെ കിട്ടാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ ജാറങ്ങളിലേക്കല്ല പോകേണ്ടത്, ഏതെങ്കിലും മക്ബറകളിലേക്കല്ല പോകേണ്ടത്, ഏതെങ്കിലും ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നൂലിലല്ല നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ ആ റബ്ബിലേക്ക് മാത്രം സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, ആ റബ്ബിലേക്ക് സർവ്വതും ഏറ്റുപറഞ്ഞ് നമ്മൾ റബ്ബിൽ അഭയം കാണിക്കുന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാത പിൻപറ്റിക്കൊണ്ട് തവക്കുൽ മുഴുവൻ റബ്ബിൽ, എല്ലാ അഭയവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു മുസ്ലിം ആയിക്കൊണ്ട്, ക്വാളിറ്റിയുള്ള മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളോട് ഖബറിലേക്ക്, ജാറങ്ങളിലേക്ക്, അങ്ങനെയുള്ള വിശ്വാസങ്ങളെ വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹ്ക്ക് കണക്കാക്കേണ്ട ആ ഒരു വഖാർ കണക്കാക്കുന്നില്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും വലുതാണോ ജാറങ്ങൾ? ആ ജാറങ്ങളിൽ കിടക്കുന്നവർ അള്ളാഹു ശിഫപ്പെടുത്തി തരും എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് നിങ്ങൾ ശിഫപ്പെടുത്താൻ വേണ്ടി ജാറങ്ങളിലേക്ക് എന്തിനാ പോകുന്നത്? അള്ളാഹു കാവൽ നൽകും, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുസ്ലിമിന് എങ്ങനെയാണ് ജാറങ്ങളിലേക്ക് പോകാൻ കഴിയുക? ആ മുസ്ലിം അല്ലേ ജാറങ്ങളിലേക്ക് പോകുന്നത്? അങ്ങനെ പ്രഖ്യാപിക്കുന്ന തവക്കൽതു അലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് ആ റബ്ബിൽ എല്ലാമുണ്ട്, ആ റബ്ബിൽ നിന്നുള്ള സഹായമുണ്ട്, ആ റബ്ബിൽ നിന്നുള്ള രക്ഷയുണ്ട്, ആ റബ്ബിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കും എന്ന വിശ്വാസമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചെടുത്ത് ക്ഷമയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല, നമുക്ക് ക്ഷമ ഉണ്ടാകണം. ക്ഷമയില്ലാത്തതിന്റെ പേരിലാണ് ആ അല്ലാഹു അക്ബർ എന്നത് നാവിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ നാവിൽ അല്ലാഹു അക്ബർ എന്ന് ആവർത്തിച്ച് നമ്മൾ പറയുന്നു. 5 വക്ത് നിസ്കാരത്തിന് ശേഷവും 33 തവണ വീതം പറയുന്നു. രാത്രി കിടക്കാൻ നേരത്ത് 33 പ്രാവശ്യം പറയുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ, പ്രത്യേകിച്ച് ഈ അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ഈ ഒരു തക്ബീർ ധ്വനികൾ പറയുന്നു. പക്ഷെ അത് നമ്മുടെ നാവിൽ ഒതുങ്ങുന്നത് എന്തുകൊണ്ട്? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വന്ന പ്രതിസന്ധികളെ ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ആ അല്ലാഹു അക്ബർ എന്ന ജീവിതത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് ആ ഒരു അല്ലാഹു അക്ബറിനെ നേർക്കാഴ്ചയോടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അവിടെ ക്ഷമ അവലംബിക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്. വാപ്പ പുറത്താക്കിയപ്പോഴും ക്ഷമിച്ചു, നാട്ടുകാർ ഒറ്റപ്പെടുത്തിയപ്പോഴും ക്ഷമിച്ചു, നമ്രൂദ് തീക്കുണ്ടാരമുണ്ടാക്കിയപ്പോഴും ക്ഷമിച്ചു. ഇങ്ങനെ തുടങ്ങി
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും ക്ഷമിച്ചു. അതിനപ്പുറം തന്റെ മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അതിനും ക്ഷമിച്ചു. തന്റെ ഭാര്യയെ മരുഭൂമിയിൽ കൊണ്ടാക്കി തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ അവിടെയും ക്ഷമിച്ചു. ആ ക്ഷമ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന് ജീവിതം കൊണ്ട് കാണിക്കാൻ സാധിച്ചത്. അതിനുമപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്നത് തളഹിയത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഈ ഈദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ തളഹിയത്താണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിന്റെ വിവിധ നാടുകളിൽ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്താൽ ദിവസങ്ങൾ കൂട്ടിത്തന്നതുകൊണ്ട് 4 ദിവസങ്ങൾ ബലിയെറുക്കാനുള്ള അവസരമായി കൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് കൊണ്ട് ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ഓരോ ദിവസവും അവർക്ക് സൗകര്യത്തിനുള്ള അവസ്ഥയിൽ ബലിയെറുക്കുന്ന സാഹചര്യം ലോകത്തെമ്പാടുമുണ്ട്. ഇന്നതിൻ്റെ ദിവസങ്ങളാണ്. നാളെയും മറ്റന്നാളും അതറുക്കുവാനുള്ള ദിവസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇതറുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ തദ്ഹിയത്ത് എന്നത് ത്യാഗമാണ്. അല്ലാതെ ഉരുവിനെ അറുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഉരുവിനെ അറുക്കുക എന്നത് ത്യാഗമാണ്. എങ്ങനെ ത്യാഗം? എവിടെയാണ്? അവിടെയും ക്ഷമയുണ്ട്, ത്യാഗമുണ്ട്. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരുപക്ഷെ ആ ഒരു തുക നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചതായിരിക്കാം. പക്ഷെ ഇത് കിട്ടിയ അവസരം ഒരുപക്ഷെ അടുത്ത ഉദ്ഹിയത്തിന് നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ല. അപ്പോൾ ഇനി മറ്റൊരു ആവശ്യം പിന്നീടുള്ളതാണല്ലോ എന്ന് കരുതി ആ ഒരു സമ്പത്തിനെ ഇതിലേക്ക് ഇട്ട് അതിനെ ഉദ്ഹിയത്തിന് വേണ്ടി ഷെയർ ചേർന്ന് അതിൻ്റെ ത്യാഗം അവിടെ നമുക്ക് കാണിക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ത്യാഗം തൻ്റെ മകനിലൂടെയാണ് സഹിച്ചിട്ടുള്ളത്. മകനെ അറുക്കാൻ പറഞ്ഞു, ആ മകനെ അറുക്കാൻ തയ്യാറായി. അറുക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ബദലായിക്കൊണ്ട് ഒരു ആടിനെ കൊടുക്കുന്നതും ആടിനെ അറുക്കാൻ പറയുന്നതും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ മകനെ അറുക്കണം എന്ന് വിചാരിച്ചാൽ, ഇന്നലെ സാന്ദർഭികമായി ഒരു ഉരുവിനെ അറുക്കുന്ന ഒരു വേളയിൽ ഏർപ്പെടുന്ന സമയത്ത് ഇരട്ട കുട്ടികളുള്ള ഒരു സുഹൃത്തിനെ കാണാനിടയി. അവനോട് ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, ഈ സമയത്ത് നമ്മുടെ മക്കളെ അറുക്കാൻ ആണ് പറഞ്ഞിരുന്നെങ്കിലോ? അവൻ ഉടനെ തിരിച്ചു പറഞ്ഞത്, ഞാൻ രണ്ടിലേതിനെ അറുക്കുന്നതാണ്. ഞാൻ രണ്ടിലേതിനെ അറുക്കുന്നതാണ് പറഞ്ഞത്. ഇരട്ടക്കുട്ടികൾ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ആ ഒരു സ്ഥാനത്താണ് ഇന്ന് നമ്മൾ ബലിയെറുക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടാൻ തുച്ഛമായ ഒരു 10,000 രൂപയായിരിക്കാം മാക്സിമം നഷ്ടപ്പെടാനുള്ളത്. പക്ഷേ സമ്പത്തുണ്ടായിരുന്നിട്ടും, നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടത്, സമ്പത്തുണ്ടായിരുന്നിട്ടും ആ ത്യാഗത്തിന് നമ്മൾ തയ്യാറാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം എന്നാണ് പറയുന്നത്. സമ്പത്തുണ്ടായിരുന്നിട്ടും കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും ആ ഒരു ഉദ്ഹിയത്തിന് വേണ്ടി തയ്യാറാകാത്തവർ തൗബ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം ത്യാഗത്തിലൂടെയല്ലാതെ ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കില്ല. ത്യാഗത്തിലൂടെയല്ലാതെ ഒരു പിതാവായി മാറാൻ നമുക്ക് സാധിക്കുകയില്ല. ത്യാഗത്തിലൂടെയല്ലാതെ ഒരു നല്ല ഭർത്താവായി മാറാൻ നമുക്ക് സാധിക്കുകയില്ല. ത്യാഗത്തിലൂടെയല്ലാതെ ഒരു നല്ല മകനായി, നല്ല വിദ്യാർത്ഥിയായി നമുക്ക് മാറുക സാധ്യമല്ല. അതിനെല്ലാം അപ്പുറം ത്യാഗത്തിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നമുക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ അങ്ങ് പെട്ടെന്ന് എളുപ്പത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ അങ്ങനെ സുഖസുന്ദരമായി കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ത്യാഗവുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ത്യാഗപൂർണമായ ജീവിതമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതിലപ്പുറം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉദവി ലഭിക്കുന്നത് ത്യാഗം കൊണ്ടാണ്. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരണമെങ്കിൽ ത്യാഗം ഉണ്ട്. അവിടെ കഠിനമായ ഉറക്കിൽ നിന്ന് എണീറ്റ് പള്ളിയിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ത്യാഗം നമുക്കുണ്ട്. അങ്ങനെ തുടങ്ങി ദീനിന്റെ ഏത് മേഖലയിലും, ദീനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിലും ത്യാഗങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു 100 രൂപ ഒരിക്കലും വെറുതെ കിട്ടില്ല. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ നമുക്ക് പരലോകത്ത് നന്മകൾ വർദ്ധിക്കണമെങ്കിൽ, പരലോകത്ത് പുണ്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ
ത്യാഗപൂർണമായ സമർപ്പണ ബോധത്തോടുകൂടി റബ്ബിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. അതല്ലാതെ കിട്ടുന്ന അവസരത്തിൽ ഒരു ജുമയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റമദാനാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലിപെരുന്നാളാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ദീൻ അനുസരിക്കുന്നു, പള്ളിയിൽ വരുന്നു, അത് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല എന്ന അവസ്ഥയാണെങ്കിൽ സഹോദരങ്ങളെ, ഇതെല്ലാം നഷ്ടമാവും. ദുനിയാവും നഷ്ടമാണ്, പരലോകവും നഷ്ടമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം അത് നമ്മുടെ ജീവിതത്തെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അല്ലാഹു അക്ബർ എന്നത് നാവ് കൊണ്ട് പറയുന്നതിനപ്പുറം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ബലിപെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ അസ്തമിക്കുന്നിടത്ത് മറ്റു ചില പുലരികൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളുകൾ അടുത്ത ആഴ്ചയോടുകൂടി റീഓപ്പൺ ചെയ്യുകയാണ്. അതിൽ ആദ്യ അക്ഷരങ്ങൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളുമുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്ന നിലയ്ക്ക് 3 വിഭാഗം ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട ചില പോയിന്റുകളിലേക്കാണ് എൻ്റെ സംസാരം ഇനി നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒന്നാമത്തത്, വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു പഠനം മാത്രമല്ല, അതൊരു ഇബാദത്താണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം എന്നത് ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ തന്നെ നിസ്കരിക്കുവാനോ അല്ലെങ്കിൽ നോമ്പ് നോക്കുവാനോ അല്ലെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനോ ഒന്നുമല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനം ഇറങ്ങുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങളാണ്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് ഇഖ്റ, നീ വായിക്കുക എന്നതാണ്. പണ്ടാരോ പറഞ്ഞു വെച്ചതാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്ക് പോലും ശ്രദ്ധേയമാണ്. ഇഖ്റ, നീ വായിക്കണം, വായിച്ചു വളരണം. വിദ്യാഭ്യാസത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം അത്രമേലുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനം കൊണ്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം എന്നറിയോ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ കഴിയും, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളൊന്നും ജീവനുള്ള ഇബാദത്തല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് അറിവോടുകൂടി ആയിരിക്കണം എന്നാണ്. ജഹാലത്ത്, അറിവില്ലായ്മ എന്നത് അവനെ പല അബദ്ധങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അല്ല, നമുക്ക് നേർക്കാഴ്ചയോടുകൂടി അനുഭവമുള്ള വിഷയമാണ്. അറിവില്ലായ്മ കൊണ്ടൊരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടുന്ന, പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അറിവോടുകൂടി പോയാലോ കാര്യങ്ങൾ എളുപ്പമാകും. എന്നതുപോലെ നമ്മൾ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം. മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ല അവസരങ്ങളാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് മറ്റു തിരക്കുകളില്ല. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കേണ്ട, നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, നിങ്ങളുടെ കുടുംബത്തെ പോറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, അതുപോലെ തന്നെ സമൂഹത്തെ നോക്കേണ്ട ഉത്തരവാദിത്വമില്ല, ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമോ ലീഡർഷിപ്പോ പള്ളിയുടെ കമ്മിറ്റിയുമോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങളില്ലാത്ത വെറും വിദ്യാഭ്യാസം മാത്രം നോക്കി മുന്നോട്ട് പോകേണ്ട, അതിൻ്റെ സാമ്പത്തിക ചിലവ് പോലും നിങ്ങൾ കണ്ടെത്തേണ്ടതില്ലാത്ത സാഹചര്യത്തിലൂടെ ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
പഠനമെന്ന വലിയ ഉത്തരവാദിത്തം അത് നിങ്ങളുടെ ഭാവിയിലെ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള കാര്യമായി നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ പഠനത്തിൽ ഒന്നുകൂടി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇനി ഒന്നുകൂടി ഊർജ്ജസ്വലരായിക്കൊണ്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുവാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി പഠിക്കണമെന്നാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നിഅമത്ത് തന്നെയാണ് ഈ വിദ്യാഭ്യാസം എന്നുള്ളത്. ഒരു മുസ്ലിമിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അവ്വലു നിഅമത്തിൻ അൻഅമ അല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാനി ബഅദ ഖൽഖിഹി. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് എന്നത് അത് ഈ മതം പഠിക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുക എന്നതാണ് എന്നാണ്. അൻ അല്ലമഹു ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമ ഹുവ അശ്റഫുസ് സിഫാത്ത് വ അന്നർ റഗ്ബത ഫീഹി ഔലാ നശാതത്ത്. അതായത് ഒരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണമല്ലോ. ആ പ്രവർത്തനം നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് വേണം. അപ്പോൾ ആ അറിവാണ് മുഖ്യം, ആ അറിവാണ് ഏറ്റവും പ്രധാനം. ആ അറിവ് നമുക്ക് ഏറ്റവും അഷ്റഫായ ഉലൂമായി കൊണ്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അറിവ് നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അത് വിദ്യാർത്ഥികളോട് മാത്രമല്ല, പ്രത്യേകിച്ച് ദീനി വിദ്യാഭ്യാസം നമ്മൾ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അതോടുകൂടി ഭൗതിക വിദ്യാഭ്യാസം അവസാനിച്ചു എങ്കിൽ, അങ്ങനെ അവസാനിച്ച മുതിർന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് മതപരമായ വിദ്യാഭ്യാസം നമ്മുടെ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ 10-60 വയസ്സായില്ലേ, ഇനി എന്തു പഠിക്കാനാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ടവരല്ല മുതിർന്നവർ, അവരും പഠിക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. ഓരോ പെണ്ണിനും ആണിനും, മുസ്ലിമായ പെണ്ണിനും ആണിനും നിർബന്ധമായ ഫരീളത്ത് എന്ന് പറഞ്ഞത് നിർബന്ധമായ കാര്യമാണ് ദീന് പഠിക്കുക എന്നത്. തലബുൽ ഇൽം, ദീൻ അന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിയാരിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ബാധ്യതയല്ല ദീന് പഠിക്കുക എന്നുള്ളത്. അത് ഈ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും, ഓരോ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും, മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് ദീന് പഠിക്കുക. ഒന്നുമില്ലെങ്കിലും അവർ ചെയ്യുന്ന ഇബാദത്തുകളുടെ, നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ, സക്കാത്തിൻ്റെ, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അവർ അനുഷ്ഠിക്കുന്ന, ആചരിക്കുന്ന ഇബാദത്തുകളുടെ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവെങ്കിലും അവർ നേടിയെടുക്കൽ അവർക്ക് ബാധ്യതയുള്ളതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇലൽ തആം വശറാബ്. എന്നറിയോ, ഒരു മനുഷ്യനെ അവൻ വെള്ളം കുടിക്കുന്നതിനേക്കാൾ, അവൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ആവശ്യമാണ് അവൻ ഇൽമു നേടുക എന്നത്. എത്ര ശ്രദ്ധേയമായ വാക്കാണ്. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണവും വെള്ളവും വേണം. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ ആവശ്യത്തെക്കാൾ അവന് ഏറ്റവും മുഖ്യം അവൻ ദീന് പഠിക്കുക എന്നതാണ്. കാരണം ദീന് പഠിക്കാതെ ഇത് തിന്നും കുടിച്ചും ജീവിച്ചിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. കുറെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതേസമയം ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി കൊണ്ട് നോക്കിക്കാണേണ്ട ദീന് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, ദീനി വിജ്ഞാനങ്ങൾ തേടുക, ഇത് നമ്മുടെ പരലോകത്തേക്കുള്ള രക്ഷയാണ്. കാരണം പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നത് പോലും സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി, അത് പ്രത്യേകിച്ച് മതപരമായ ഇൽമിൻ്റെ വിഷയത്തിൽ, അത് ഭൗതികമായ വിഷയമാണെങ്കിൽ പോലും പണ്ഡിതന്മാർ പറയാറുണ്ട്, അദബും ഇൽമും ഒക്കെ പഠിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് പ്രാധാന്യമുള്ളത് തൊലബു തിബ്ബാൻ, അതായത് വൈദ്യശാസ്ത്ര പഠനമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മക്കളെ ഇറക്കി വിടുമ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. എല്ലാ രക്ഷിതാക്കളും അത് ചെയ്യാറുണ്ട്. എന്നാലും ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരുപക്ഷെ സാമ്പത്തികമായി ഭദ്രതയില്ലാത്തവർ, അവർ പഴയ ബുക്കുകൾ, അതിൻ്റെ ബാക്കി പേജുകൾ മാത്രം ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായേക്കാം. അതിന് ഏറ്റവും നല്ല അവസരമാണ് ആ വിദ്യാർത്ഥികൾക്ക്
നമ്മളിൽ നിന്ന് ഒരു ചെറിയൊരു തുക അവർക്ക് നൽകി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ, ബുക്കുകൾ അത് വാങ്ങി സ്പോൺസർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് കേരളത്തിൽ എമ്പാടുമുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളിൽ പല മേഖലകളിലും പല സംഘടനകളും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു പക്ഷേ ഇതിൻ്റെ പരിസരത്തുള്ള ആളുകൾ, അത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി, നമ്മുടെ അയൽവാസികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി, ഈ ഒരു പ്രദേശത്ത് അങ്ങനെയുള്ള പാവപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ സാമ്പത്തിക മേഖലയിൽ അവർ കുറച്ച് പിന്നോക്കമായതിൻ്റെ പേരിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.